സഹികടമ്പോൾ നാട്ടുകാർ നമുക്കെതിരാവില്ലേ? ഇത് ഉമ്മായോട് പറയരുത്. ഉമ്മ ഒരിക്കലും ഇതറിയരുത്. ഈ വിവരം നേരാണോ? എന്തോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകും. സാരമില്ല, യുദ്ധമല്ലേ, പലതും സംഭവിക്കാം. ഇതൊന്ന് അന്വേഷിച്ചറിയാൻ എന്താ വഴി? ഒരു വഴിയുമില്ല. സംഗതി ശരിയാണെങ്കിൽ ആരെങ്കിലും വന്ന് കാര്യം പറയാതിരിക്കില്ല. ഒന്നിനും പോകാതെ വെറുതെ വീട്ടിലിരിക്കുന്നവരെ വെട്ടിക്കൊല്ലുന്നു. അതല്ലേ കുറുപ്പേ ചതി? കുറുപ്പേ, കുട്ടിയാനി നമ്മുടെ അനിയനാണ്. അതേ ചോര. 4 പേരെ കൊല്ലാതെ വെറുതെ അവൻ മരിക്കില്ല കുറുപ്പേ. ഈ കൂട്ടക്കൊലയ്ക്ക് എന്തെങ്കിലും ഒരു അറുതി കണ്ടേ പറ്റൂ. ഞാനൊരു ഉപായം പറയട്ടെ. എന്താ? ഞാനൊന്ന് ഇരിക്കൽ കൊട്ടാരം വരെ പോകാം. എന്തിന്? സാമൂതിരിപ്പാട് തിരുമേനിമാർ ശുദ്ധന്മാരാണ്. കുറുപ്പ് പോകുന്നത് കഴിവിലാണ്. പറയുന്നത് കേൾക്കൂ. കുഞ്ഞാലിയുടെ ദൂതൻ എന്ന നിലയിൽ ചെന്നാൽ എന്നെ ആരും തൊടില്ല. അങ്ങനെ പോകുന്നത് എന്തിനു കുറുപ്പേ? സാമൂതിരിപ്പാട് തിരുമേനിമാർ ശുദ്ധന്മാരാണ്. ഇനി തമ്പുരാൻ വിചാരിച്ചാലും ഒന്നും നടക്കില്ല. മാനമായൊരു സന്ധിയാണെങ്കിൽ? കുറുപ്പ് സന്ധിയുടെ കാര്യമാണ് പറയുന്നത്. അതെ. വേണ്ട, എന്തായാലും വേണ്ട. ഈ കോട്ടയിലുള്ളവർ മുഴുവനും പട്ടിണി കിടന്ന് മരിച്ചാലും ഈ കുഞ്ഞാലി ആർക്കും കീഴടങ്ങില്ല. കുഞ്ഞാലിയെ കീഴടക്കാൻ ആർക്കും കഴിയില്ല. ഈ ഘട്ടത്തിൽ മാനമായൊരു സന്ധി ഉണ്ടാവുന്നത് നല്ലതല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? കുറുപ്പേ, സന്ധിക്ക് നമ്മൾ എതിരല്ല. ഇരുഭാഗവും യുദ്ധം നിർത്താം. നഷ്ടം ചോദിക്കാതെ അന്യോന്യം പിരിയാം. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുഞ്ഞാലി ആർക്കും കീഴടങ്ങില്ല. കുറുപ്പ് നമ്മളെ നിർബന്ധിക്കരുത്. ശരി, അങ്ങനെയല്ല അങ്ങനെ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. കുഞ്ഞാലിക്ക് എന്താണ്?